ലോഗോസ് ട്രിവിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 1. ആരുടെ നാമം പൂജിതമാകണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്? ഉത്തരം: പിതാവിൻ്റെ നാമം. 2. ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് അപേക്ഷിക്കുന്നത് എന്ത്? ഉത്തരം: അന്നന്നു വേണ്ട ആഹാരം. 3. സ്നേഹിതൻ്റെ അടുത്ത് അപ്പം ചോദിച്ച് ചെന്നത് എപ്പോൾ? ഉത്തരം: അർദ്ധരാത്രി. 4. അർദ്ധരാത്രി അപ്പം വായ്പ ചോദിക്കാൻ ചെന്നതിൻ്റെ കാരണം? ഉത്തരം: ഒരു സ്നേഹിതൻ യാത്രാമധ്യേ തൻ്റെ അടുക്കൽ വന്നതുകൊണ്ട്. 5. എന്നെ ഉപദ്രവിക്കരുത്, കതകടച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞതാര്? ഉത്തരം: അപ്പം ചോദിച്ചു ചെന്ന വീട്ടിലെ സ്നേഹിതൻ. 6. കതകടച്ചതുകൊണ്ടും കുഞ്ഞുങ്ങൾ കിടക്കയിൽ കൂടെ ഉള്ളതുകൊണ്ടും എന്ത് സാധിക്കുകയില്ല എന്നാണ് സ്നേഹിതൻ പറഞ്ഞത്? ഉത്തരം: എഴുന്നേറ്റ് നിനക്ക് ഒന്നും തരാൻ സാധിക്കുകയില്ല. 7. സ്നേഹിതൻ എന്ന നിലയിൽ ഒന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ നിർബന്ധ നിമിത്തം എന്തു ചെയ്യും? ഉത്തരം: എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും. 8. പൂരിപ്പിക്കുക. നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം ഡാഷ് കൊടുക്കുക? ഉത്തരം: പാമ്പിനെ. 9. മുട്ട ചോദിച്ചാൽ പകരം എന്തിനെ കൊടുക്കുമോ എന്നാണ് ചോദിച്ചത്? ഉത്തരം: തേളിനെ. 10. ദുഷ്ടരായ നിങ്ങൾക്ക് എന്തറിയാം എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ. 11. സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് അധികമായി നൽകുന്നത് എന്ത്? ഉത്തരം: പരിശുദ്ധാത്മാവിനെ. 12. സ്വർഗസ്ഥനായ പിതാവ് ആർക്കാണ് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ലേ എന്ന് പറയുന്നത്? ഉത്തരം: തന്നോട് ചോദിക്കുന്നവർക്ക്. 13. ലൂക്ക 11:14 പ്രകാരം എങ്ങനെയുള്ള പിശാചിനെയാണ് യേശു ബഹിഷ്കരിച്ചത്? ഉത്തരം: ഊമനായ പിശാചിനെ. 14. ഊമൻ സംസാരിച്ചു തുടങ്ങിയതെപ്പോഴാണ്? ഉത്തരം: പിശാച് പുറത്തുപോയപ്പോൾ. 15. പിശാച് ബാധിതനായ ഊമൻ സംസാരിച്ചപ്പോൾ അത്ഭുതപ്പെട്ടത് ആര്? ഉത്തരം: ജനങ്ങൾ. 16. ബേൽസെബൂൽ ആരാണ്? ഉത്തരം: പിശാചുക്കളുടെ തലവൻ. 17. യേശു ബേൽസെബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് എന്ന് പറഞ്ഞതാര്? ഉത്തരം: ജനങ്ങളിൽ ചിലർ. 18. സ്വർഗത്തിൽ നിന്ന് ഒരടയാളം യേശുവിനോട് ആവശ്യപ്പെട്ടത് എന്തിന്? ഉത്തരം: അവനെ പരീക്ഷിക്കാൻ. 19. എങ്ങനെയുള്ള രാജ്യം നശിച്ചു പോകും എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: അന്തഃഛിദ്രമുള്ള രാജ്യം. 20. അന്തഃഛിദ്രമുള്ള ഭവനത്തിന് എന്ത് സംഭവിക്കും? ഉത്തരം: വീണുപോകും. 21. സാത്താൻ്റെ രാജ്യം നിലനിൽക്കാത്തത് എപ്പോൾ? ഉത്തരം: സാത്താൻ തനിക്ക് തന്നെ എതിരായി ഭിന്നിച്ചാൽ. 22. യേശു ആരെക്കൊണ്ട് പിശാചുക്കളെ പുറത്താക്കുന്നു എന്നാണ് ചിലർ പറഞ്ഞത്? ഉത്തരം: ബേൽസെബൂലിനെ കൊണ്ട്. 23. ലൂക്ക 11:19 പ്രകാരം അവർ നിങ്ങളുടെ വിധികർത്താക്കളായിരിക്കും. ആര്? ഉത്തരം: നിങ്ങളുടെ പുത്രന്മാർ. 24. പൂരിപ്പിക്കുക. ഡാഷ് തനിക്ക് തന്നെ എതിരായി ഭിന്നിച്ചാൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഉത്തരം: സാത്താൻ. 25. പൂരിപ്പിക്കുക. ബേൽസെബൂലിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ഡാഷ് ആരെ കൊണ്ടാണ് അവയെ ബഹിഷ്കരിക്കുന്നത്? ഉത്തരം: നിങ്ങളുടെ പുത്രന്മാർ. 26. ഡാഷ് കൊണ്ടാണ് പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു? ഉത്തരം: ദൈവകരം. 27. ആര് ആയുധധാരിയായി
കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോഴാണ് അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമായിരിക്കുന്നത്? ഉത്തരം ശക്തൻ. 28. പൂരിപ്പിക്കുക. എന്നോട് കൂടെയല്ലാത്തവൻ എനിക്ക് എതിരാണ്. എന്നോട് കൂടെ ഡാഷ് ചിതറിച്ചു കളയുന്നു. ഉത്തരം ശേഖരിക്കാത്തവൻ. 29. അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ ആശ്വാസം തേടി അലഞ്ഞു നടക്കുന്നത് എവിടെ? ഉത്തരം വരണ്ട സ്ഥലങ്ങളിലൂടെ. 30. അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നത് എന്തു തേടിയാണ്? ഉത്തരം ആശ്വാസം. 31. ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് തന്നെ ഞാൻ തിരികെ ചെല്ലും എന്ന് പറഞ്ഞതാര്? ഉത്തരം അശുദ്ധാത്മാവ്. 32. അശുദ്ധാത്മാവ് തിരിച്ചു വരുമ്പോൾ ആ വീട് എങ്ങനെയുള്ളതായാണ് കാണപ്പെട്ടത്? ഉത്തരം അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടതായി. 33. അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ട വീട്ടിലേക്ക് ആരെയാണ് കൊണ്ടുവന്ന് വാസമുറപ്പിക്കുന്നത്? ഉത്തരം തന്നേക്കാൾ ദുഷ്ടരായ മറ്റ് 7 അശുദ്ധാത്മാക്കളെ കൂടി. 34. നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് ആര്? ഉത്തരം ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ. 35. നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ എന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞതെപ്പോൾ? ഉത്തരം അശുദ്ധാത്മാവിൻ്റെ തിരിച്ചുവരവിനെപ്പറ്റി യേശു അരുളി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. 36. ലൂക്ക 11:28 പ്രകാരം ജനക്കൂട്ടത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞ സ്ത്രീയോട് യേശു പറഞ്ഞത് എന്ത്? ഉത്തരം ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. 37. ലൂക്ക 11:29 പ്രകാരം ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ യേശു പറഞ്ഞു തുടങ്ങിയത് എന്ത്? ഉത്തരം ഈ തലമുറ ദുഷിച്ച തലമുറയാണ്. 38. ഈ തലമുറ ദുഷിച്ച തലമുറയാണ് എന്ന് യേശു പറയാൻ കാരണമെന്ത്? ഉത്തരം ഇത് അടയാളം അന്വേഷിക്കുന്നു. 39. ഏതടയാളമല്ലാതെ മറ്റൊരടയാളവും ഈ തലമുറയ്ക്ക് നൽകപ്പെടുകയില്ല എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം യോനായുടെ. 40. യോന ആർക്കാണ് അടയാളം ആയിരുന്നത്? ഉത്തരം നിനവേക്കാർക്ക്. 41. യോന നിനവേക്കാർക്ക് അടയാളമായിരുന്നതുപോലെ ഈ തലമുറയ്ക്ക് അടയാളമായിരിക്കുന്നത് ആര്? ഉത്തരം മനുഷ്യപുത്രൻ. 42. ആരാണ് ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യുന്നത്? ഉത്തരം ദക്ഷിണദേശത്തെ രാജ്ഞി. 43. സോളമൻ്റെ വിജ്ഞാനം ശ്രവിക്കാൻ ദക്ഷിണദേശത്തെ രാജ്ഞി എവിടെ നിന്നാണ് വന്നത്? ഉത്തരം ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന്. 44. ദക്ഷിണദേശത്തെ രാജ്ഞി ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വന്നത് എന്തിന്? ഉത്തരം സോളമൻ്റെ വിജ്ഞാനം ശ്രവിക്കാൻ. 45. എന്നാൽ ഇതാ ഇവിടെ ആരുണ്ട് എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം സോളമനേക്കാൾ വലിയവൻ. 46. വിധി ദിനത്തിൽ ഈ തലമുറയോട് കൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യുന്നത് ആരാണ്? ഉത്തരം നിനവേ നിവാസികൾ. 47. നിനവേ നിവാസികൾ എന്നാണ് ഈ തലമുറയോട് കൂടെ ഉയർത്തെഴുന്നേൽക്കുകയും അതിനെ കുറ്റം വിധിക്കുകയും ചെയ്യുന്നത്? ഉത്തരം വിധി ദിനത്തിൽ. 48. ഈ തലമുറയോടൊപ്പം ഉയർത്തെഴുന്നേൽക്കുന്ന നിനവേ നിവാസികൾ എന്തു ചെയ്യും? ഉത്തരം ഇതിനെ കുറ്റം വിധിക്കും. 49. എന്തുകൊണ്ടാണ് നിനവേ നിവാസികൾ ഈ തലമുറയെ കുറ്റം വിധിക്കും എന്ന് പറയുന്നത്? ഉത്തരം യോനായുടെ പ്രസംഗം കേട്ട് അവർ പശ്ചാത്തപിച്ചതുകൊണ്ട്. 50. യോനായുടെ പ്രസംഗം കേട്ട് പശ്ചാത്തപിച്ചത് ആര്? ഉത്തരം നിനവേ നിവാസികൾ. 51. ലൂക്ക 11:29 ബന്ധപ്പെട്ട പഴയ നിയമഭാഗം ഏത്? ഉത്തരം
യോന 3-ാം അധ്യായം 4 മുതൽ 5 വരെയുള്ള ഭാഗങ്ങൾ. 52 പൂരിപ്പിക്കുക. വിളക്ക് കൊളുത്തി ആരും ഡാഷിലോ പറയുടെ കീഴിലോ വയ്ക്കാറില്ല. ഉത്തരം നിലവറയിലോ. 53 വിളക്ക് കൊളുത്തി പീഠത്തിന്മേൽ വയ്ക്കുന്നത് എന്തിന്? ഉത്തരം അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ. 54 ശരീരത്തിൻ്റെ വിളക്ക്. ഉത്തരം കണ്ണ്. 55 കണ്ണ് കുറ്റമറ്റതെങ്കിൽ എന്ത് സംഭവിക്കും? ഉത്തരം ശരീരം മുഴുവൻ പ്രകാശിക്കും. 56 കണ്ണ് ദുഷിച്ചതെങ്കിൽ എന്ത് സംഭവിക്കും? ഉത്തരം ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. 57 നിന്നിലുള്ള വെളിച്ചത്തിന് എന്തു സംഭവിക്കാതിരിക്കാൻ സൂക്ഷിക്കണം? ഉത്തരം ഇരുളാകാതിരിക്കാൻ. 58 എപ്രകാരമാണ് ശരീരം മുഴുവൻ പ്രകാശമാനമായിരിക്കുന്നത്? ഉത്തരം വിളക്ക് അതിൻ്റെ രശ്മി കൊണ്ട് വെളിച്ചം തരുന്നതുപോലെ. 59 യേശു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരാണ് തൻ്റെ കൂടെ ഭക്ഷണത്തിനിരിക്കാൻ ക്ഷണിച്ചത്? ഉത്തരം ഒരു ഫരിസേയൻ. 60 യേശു ഭക്ഷണത്തിന് മുൻപ് കഴുകി ശുദ്ധി വരുത്താഞ്ഞതിനെപ്പറ്റി അത്ഭുതപ്പെട്ടത് ആര്? ഉത്തരം ഫരിസേയൻ. 61 യേശുവിനെ ഭക്ഷണത്തിന് ക്ഷണിച്ച ഫരിസേയൻ അത്ഭുതപ്പെട്ടത് എന്ത്? ഉത്തരം ഭക്ഷണത്തിന് മുൻപ് യേശു കഴുകി ശുദ്ധി വരുത്താത്തതിനെപ്പറ്റി. 62 ഫരിസേയർ എന്തെല്ലാം കഴുകി വൃത്തിയാക്കുന്നു എന്നാണ് കർത്താവ് അവരോട് പറഞ്ഞത്? ഉത്തരം കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം. 63 ഫരിസേയരുടെ അകം എന്തിനാലാണ് നിറഞ്ഞിരിക്കുന്നത്? ഉത്തരം കവർച്ചയും ദുഷ്ടതയും. 64 പുറം നിർമ്മിച്ചവൻ തന്നെയല്ലേ അകവും നിർമ്മിച്ചതെന്ന് ചോദിച്ചപ്പോൾ യേശു ഫരിസേയരെ അഭിസംബോധന ചെയ്തതെങ്ങനെ? ഉത്തരം ഭോഷന്മാരെ. 65 ലൂക്ക 11:40 പ്രകാരം യേശു ഭോഷന്മാരെ എന്ന് വിളിച്ചത് ആരെ? ഉത്തരം ഫരിസേയരെ. 66 നിങ്ങൾക്ക് എല്ലാം ശുദ്ധമായിരിക്കും എപ്പോൾ? ഉത്തരം നിങ്ങൾക്കുള്ളത് ദാനം ചെയ്യുമ്പോൾ. 67 അരിതയുടെയും തുളസിയുടെയും മറ്റെല്ലാ ചെടികളുടെയും ദശാംശം കൊടുക്കുമ്പോൾ അവഗണിച്ചു കളയുന്നത് എന്ത്? ഉത്തരം ദൈവത്തിൻ്റെ സ്നേഹവും നീതിയും. 68 ഏതെല്ലാം ചെടിയുടെ ദശാംശമാണ് ഫരിസേയർ കൊടുക്കുന്നത്? ഉത്തരം അരിതയുടെയും തുളസിയുടെയും മറ്റെല്ലാ ചെടികളുടെയും ദശാംശം. 69 സിനഗോഗുകളിൽ പ്രമുഖ സ്ഥാനം അഭിലഷിക്കുന്നത് ആര്? ഉത്തരം ഫരിസേയർ. 70 പൊതുസ്ഥലങ്ങളിൽ ഫരിസേയർ അഭിലഷിക്കുന്നത് എന്ത്? ഉത്തരം അഭിവാദനം. 71 കാണപ്പെടാത്ത കുഴിമാടങ്ങൾ പോലെയാണ് നിങ്ങൾ എന്ന് പറഞ്ഞ് യേശു കുറ്റപ്പെടുത്തിയത് ആരെ? ഉത്തരം ഫരിസേയരെ. 72 സിനഗോഗുകളിൽ പ്രമുഖ സ്ഥാനവും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനവും അഭിലഷിക്കുന്ന ഫരിസേയർ ഏതുപോലെയാണ്? ഉത്തരം കാണപ്പെടാത്ത കുഴിമാടങ്ങൾ പോലെ. 73 അതിൻ്റെ മീതെ നടക്കുന്നവൻ അതറിയുന്നില്ല. ഏതിൻ്റെ മീതെ? ഉത്തരം കാണപ്പെടാത്ത കുഴിമാടങ്ങളുടെ മീതെ. 74 താങ്ങാനാവാത്ത ചുമടുകൾ മനുഷ്യരുടെ മേൽ കെട്ടിയേൽപ്പിക്കുന്നത് ആര്? ഉത്തരം നിയമജ്ഞർ. 75 നിയമജ്ഞർ ആർക്കാണ് കല്ലറ പണിയുന്നത്? ഉത്തരം പിതാക്കന്മാർ വധിച്ച പ്രവാചകന്മാർക്ക്. 76 എന്താണ് നിങ്ങളുടെ പിതാക്കന്മാരുടെ പ്രവൃത്തികൾക്ക് നിങ്ങൾ നൽകുന്നത്? ഉത്തരം സാക്ഷ്യവും അംഗീകാരവും. 77 അവരിൽ ചിലരെ അവർ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. ആരിൽ ചിലരെ? ഉത്തരം പ്രവാചകന്മാരിലും അപ്പസ്തോലന്മാരിലും ചിലരെ. 78 ഏത് പ്രവാചകൻ മുതൽ ഏത് പ്രവാചകൻ വരെയാണ് രക്തം ചൊരിയപ്പെട്ടിട്ടുള്ളത്? ഉത്തരം ആബേൽ മുതൽ സക്കറിയ വരെ. 79 ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും മധ്യേ വച്ച് കൊല്ലപ്പെട്ട പ്രവാചകനാര്? ഉത്തരം സക്കറിയ.
80. വിജ്ഞാനത്തിൻ്റെ താക്കോൽ കരസ്ഥമാക്കിയെങ്കിലും അകത്ത് പ്രവേശിക്കാത്തവർ ആര്? ഉത്തരം നിയമജ്ഞർ. 81. ആരാണ് വിജ്ഞാനത്തിൻ്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നത്? ഉത്തരം നിയമജ്ഞർ. 82. പല കാര്യങ്ങളെയും പറ്റി സംസാരിക്കാൻ യേശുവിനെ പ്രേരിപ്പിച്ചത് ആര്? ഉത്തരം നിയമജ്ഞരും ഫരിസേയരും. 83. യേശു പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കാൻ തക്കം നോക്കിയത് ആരാണ്? ഉത്തരം നിയമജ്ഞരും ഫരിസേയരും.